നമസ്കാരം. എല്ലാവരെയും സ്റ്റാർ ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സ്റ്റാർ ട്യൂട്ടോറിയൽസിൽ ഞാൻ അക്ഷയ് വന്നിരിക്കുന്നത് CBSEയുടെ പുതിയൊരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന കാര്യം, അതോടൊപ്പം തന്നെ ഓപ്പൺ ചെയ്തതോടൊപ്പം തന്നെ കുറച്ചൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. CBSE നമ്മൾ ഇതുവരെ CBSE 10th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്ത ഒരു കണ്ടന്റും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ CBSEക്ക് വേണ്ടി കൂടി നമ്മളുടെ ചാനലിൽ സ്പേസ് കണ്ടെത്തുന്നതായിരിക്കും, പുതിയ പുതിയ പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്ത് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ CBSE 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ബയോളജി ചാപ്റ്റർ ആയ ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്ററിലെ MCQ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഈ ചാനലിൽ MCQ ആയിരിക്കും മെജോറിറ്റി നമ്മൾ നോക്കുന്നുണ്ടാവുക. കാരണം ഇന്നത്തെ പാറ്റേൺ പ്രകാരം, ഇപ്പോഴത്തെ പാറ്റേൺ പ്രകാരം MCQ ക്വസ്റ്റ്യൻസ് കുട്ടികൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. കാരണം MCQ ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് ഉണ്ടാവുക ഈ ഒരു സാഹചര്യം, സിറ്റുവേഷന്റെ ബേസിസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് മാക്സിമം ഈ ഒരു ചാനലിലൂടെ നമ്മൾ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കുട്ടികൾ തീർച്ചയായും സ്റ്റാർ ട്യൂട്ടോറിയൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്ത് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ നമുക്ക് സമയം അധികം കളയാതെ നമുക്ക് നമ്മുടെ ആ ഒരു MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ലൈഫ് പ്രോസസ് നമുക്ക് ആരംഭിക്കാം. The first question, which is the correct sequence regarding digestion? So നമുക്കിവിടെ അലിമെന്ററി കനാലിന്റെ പോർഷൻസ് തന്നിട്ടുണ്ട്, അലിമെന്ററി കനാലിന്റെ പാർട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡൈജഷൻ എന്ന് പറയുമ്പോൾ തന്നെ സിംപ്ലർ ഫുഡ് മെറ്റീരിയൽ ആക്കി മാറ്റുന്നു അല്ലെ. കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയലിനെ സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബിൾ ഫോമിലാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഡൈജഷൻ നടക്കുമ്പോൾ നമ്മുടെ ഫുഡ് അലിമെന്ററി കനാലിലൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട്. അലിമെന്ററി കനാൽ എന്ന് പറയുന്നത് ലോങ് ട്യൂബാണ്. സ്റ്റാർട്ടിങ് ഫ്രം ദ മൗത്ത് എൻഡ്സ് ഇൻ ദ ഏനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലിമെന്ററി കനാലിൽ വരുന്ന ഭാഗങ്ങൾ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. തീർച്ചയായും ആദ്യം വരുന്ന ഭാഗം മൗത്ത്. ഫുഡ് ആദ്യം ട്രാവൽ ചെയ്യുന്നത് മൗത്തിലൂടെ എടുത്തേക്കായിരിക്കും ഈസോഫാഗസ്. ഈസോഫാഗസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നതും ഫുഡ് പൈപ്പ് എന്നും പറയും അല്ലെ. ഈസോഫാഗസിനെ തന്നെയാണ് ഫുഡ് പൈപ്പ് എന്നും പറയുന്നത്. ഫുഡ് പൈപ്പ് അഥവാ ഈസോഫാഗസിലൂടെ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിലെത്തുന്നു. റൈറ്റ്, സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് എത്തുന്നു. ശരിയല്ലേ? സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തുന്നു. സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഒബ്വിയസ്ലി ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻഡസ്റ്റൈനിൽ നിന്ന് ടെമ്പററി അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു റെക്ടം. അതിനുശേഷം അൺഡൈജസ്റ്റഡ് ഫുഡിനെ എലിമിനേറ്റ് ചെയ്യുന്നു ഏനസിലൂടെ. സോ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, യെസ്, ഏനസിൽ എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. ഇതാണ് എലിമെന്ററി കനാൽ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സീക്വൻസ് എന്താണ്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ABCD. കറക്റ്റ് സീക്വൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. മൗത്ത് കഴിഞ്ഞ് സ്റ്റൊമക്ക്, അത് കഴിഞ്ഞ് ഈസോഫാഗസ് എന്ന് പറയും. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് തെറ്റാണ്. കാരണം ഈസോഫാഗസ് ഒരിക്കലും ഇവിടെ വരേണ്ടതല്ല, ഈസോഫാഗസ് രണ്ടാമത്തെ പൊസിഷനിൽ വരേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ B എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയേ, അത് ശരിയാണോ? അതും തെറ്റാണ് അല്ലെ. മൗത്ത്, ഈസോഫാഗസ് കറക്റ്റ് ആണ്. സ്റ്റൊമക്ക് കറക്റ്റ് ആണ്. അതിനുശേഷമുള്ള കാര്യം തെറ്റാണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈന് മുന്നേ വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ട് പറയാം. സിയിലേക്ക് വരുമ്പോഴോ മൗത്ത് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു സ്റ്റൊമക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, തെറ്റാണ്. അവിടെ ഈസോഫാഗസ് ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് ഓപ്ഷൻ തെറ്റാണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കിയേ. ഫോർത്ത് ഓപ്ഷൻ നോക്കുമ്പോൾ മൗത്ത് ഉണ്ട്, ഈസോഫാഗസ്, ദെൻ സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ എല്ലാം തന്നെ കറക്റ്റ് സീക്വൻസിൽ കൊടുത്തത് കൊണ്ട് ഓപ്ഷൻ D ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യോഡിനം ഈസ് ഇനിഷ്യൽ പാർട്ട് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഡ്യോഡിനം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഇനിഷ്യൽ പാർട്ടാണ്. അവിടെയാണല്ലോ നമ്മുടെ ബൈലും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസും നമ്മുടെ ഫുഡുമായിട്ട് മിക്സ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഡ്യോഡിൻ എന്ന് പറയുന്നത് അല്ലെ. അത് ഇനിഷ്യൽ പാർട്ട് ഓഫ് എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓർത്തു വെക്കാം അല്ലെ. ബൈൽ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഫുഡുമായിട്ട് മിക്സ് ചെയ്യുന്നു. അവിടെ കുറെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ആക്ഷൻസ് ഉണ്ട് അല്ലെ. ബൈൽ ഹെൽപ്പിന് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, പാൻക്രിയാറ്റിക് ജ്യൂസിൽ പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിന്, ലിപേസ്, എൻസൈമിന്റെ ആക്ഷൻസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഡ്യോഡിനം. അപ്പൊ ഡ്യോഡിനം എന്ന് പറയുന്നത് ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എന്തല്ല? ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ല, സ്റ്റൊമക് അല്ല, റെക്ടോ അല്ല. ഉത്തരം എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ് into carbon dioxide, energy and water take place in dash. Very important question ആണ് ഇത്. നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന സെഷൻ ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ഉണ്ടാവുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. തീർച്ചയായിട്ടും സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെല്ലിലാണ് നടക്കുന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ സെല്ലിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ്, ക്ലിയർ ആണ്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത്? സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദെൻ മൈറ്റോകോൺഡ്രിയൻ ആൻഡ് ഗോൾജി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ്, breakdown of pyruvate into എന്താണ്? കാർബൺ ഡയോക്സൈഡ്, then water, then energy produce ചെയ്യുന്നു in form of ATP. ATP ആണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് in the form of ATP ആണല്ലോ, ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇത് നടക്കുന്നത് എവിടെയാണ്? അപ്പൊ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് സെല്ലുലാർ റെസ്പിറേഷന്റെ ഒരു ഫേസ് ആണ്. ശരിക്കും സെല്ലുലാർ റെസ്പിറേഷനെ പ്രധാനമായും രണ്ട് ഫേസസ് പറയാം. ഓക്കെ ആണോ? ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഫേസ് ആണ്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ക്രബ്സ് സൈക്കിൾ ആണ്. ക്രബ്സ് സൈക്കിൾ ആണ് രണ്ടാമത്തെ ഫേസ്. ക്ലിയർ ആണോ? അതിലെ ഒന്നാമത്തെ ഫേസ് ഒന്ന് നോക്കിയേ. ഗ്ലൈക്കോളിസിസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വാക്കിൽ നിന്ന് തന്നെ അർത്ഥവും വ്യക്തമാണ്. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്നാണ് അർത്ഥം. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്നും ലിസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എന്നും ആണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ പൈറുവേറ്റ് ആക്കണം. പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ആക്കണം. ആ പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലായിരിക്കും. എവിടെയായിരിക്കും? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും സെല്ലുലാർ റെസ്പിറേഷന്റെ ഒന്നാമത്തെ ഘട്ടമാണ്, സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു. ഗ്ലൈക്കോളിസിസ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു എന്താണ്? പൈറുവേറ്റ്. ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പ് എന്താണ് മക്കളെ? ക്രബ്സ് സൈക്കിൾ അല്ലേ? ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞു. രണ്ടാമത്തെ ഫേസ് എന്താ? ക്രബ്സ് സൈക്കിൾ ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? നേരത്തെ ഗ്ലൈക്കോളിസിസിൽ നമുക്ക് കിട്ടിയ പൈറുവേറ്റ് ഉണ്ടല്ലോ, ആ പൈറുവേറ്റിനെ എന്തൊക്കെയാക്കി മാറ്റും? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, എനർജി. എന്താണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, എനർജി. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്രബ്സ് സൈക്കിൾ. എന്ത് വിളിക്കും നമ്മള്? ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കും. എന്താണ് ക്രബ്സ് സൈക്കിൾ? പൈറുവേറ്റിനെ കാർബൺ ഡയോക്സൈഡ്, ഈ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ക്രബ്സ് സൈക്കിൾ ആണ് അല്ലെ. പൈറുവേറ്റിനെ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്. ഈ ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺഡ്രിയൻ ആണ്. മൈറ്റോകോൺഡ്രിയ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? മൈറ്റോകോൺഡ്രിയൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്രബ്സ് സൈക്കിൾ ആണ്. മനസ്സിലായോ? നമുക്കറിയാം ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൻ. ഓക്കെ. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ സൈറ്റോപ്ലാസം തന്നിട്ടുണ്ട്. തെറ്റാണ്. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് ആണ് അല്ലെ. ഗ്ലൈക്കോളിസിസ് ആണ് ഇവിടെ നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നത്.
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരില്ല. മൈറ്റോകോൺട്രിയൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഗോൾജി അപ്പാരറ്റസ് ഒന്നും വരില്ല. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് പാത്ത് ഓഫ് യൂറിൻ. സോ ഇത് നമ്മുടെ പിന്നെ എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ യൂറിൻ ഫോർമേഷൻ വെരി ഇമ്പോർട്ടന്റ്. യൂറിൻ ഈസ് ഫോംഡ് ഇൻസൈഡ് കിഡ്നി. കിഡ്നിയിലാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. നമുക്കറിയാം കിഡ്നിക്കകത്ത് ഏതാണ്ട് 12 ലക്ഷം മുതൽ 15 ലക്ഷത്തോളം ഫിൽറ്ററിംഗ് യൂണിറ്റുകൾ ഉണ്ട്. ആൻഡ് ദോസ് ഫിൽറ്ററിംഗ് യൂണിറ്റ്സ് ആർ കോൾഡ് നെഫ്രോൺ, വിച്ച് ആർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. വളരെ സിമ്പിൾ. അപ്പൊ കിഡ്നിയിൽ വെച്ച് ബ്ലഡ് ഫിൽട്ടർ ചെയ്തുകൊണ്ട് യൂറിൻ ഫോം ചെയ്യും. അപ്പൊ യൂറിൻ ഫോം ചെയ്യുന്നത് കിഡ്നിയിലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? കിഡ്നിയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ഡിനെ എലിമിനേറ്റ് ചെയ്യാം. കാരണം ഓപ്ഷൻ ഡി തുടങ്ങുന്നത് യൂറിനറി ബ്ലാഡറാണ്. അപ്പൊ ഇത് ഉറപ്പായിട്ടും തെറ്റാണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ യൂറിൻ ഫോം ചെയ്യുന്നത് കിഡ്നിയിലാണ്. അങ്ങനെ ഫോം ചെയ്ത യൂറിനെ ട്യൂബ് കളക്ട് ചെയ്യും. ഒരു ട്യൂബ് ഉണ്ട്, ഒരു ട്യൂബ് അല്ല 2 ട്യൂബ്. ഓരോരോ കിഡ്നിയിൽ നിന്ന് ഓരോരോ ട്യൂബുകൾ പുറത്തേക്ക് വരും. ആ ട്യൂബിനെ നമ്മൾ വിളിക്കുന്നത് യുറീറ്റർ എന്നാണ്. യുറീറ്റർ എന്ന് വിളിക്കും. അപ്പൊ മുകളിൽ 2 കിഡ്നി ഉണ്ട്. ആ കിഡ്നിയിൽ നിന്ന് യൂറിനെ യുറീറ്റർ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സഞ്ചിക്കകത്താക്കും. ആൻഡ് ദാറ്റ് സഞ്ചി ഈസ് കോൾഡ് യൂറിനറി ബ്ലാഡർ. എന്ത് വിളിക്കാം? പറ. യൂറിനറി ബ്ലാഡർ എന്ന് വിളിക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് ടെമ്പററി ആണ്, യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അത് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ശരിക്കും ഇത് കഴിഞ്ഞ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിനെ വിളിക്കുന്നത് യുറിത്ര എന്ന. യുറിത്ര എന്ന ഓപ്പണിങ്ങിലൂടെയാണ് ഈ മൂത്രം പുറത്തേക്ക് പോവുക. അപ്പൊ മൂത്രം പുറത്തേക്ക് പോവാതെ കൺട്രോൾ ചെയ്ത് വെക്കണമല്ലോ കുറച്ച് സമയത്തേക്ക്. അർജന്റ് കേസിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കണം. സഹായിക്കുന്ന മസിൽസ് ഉണ്ട്, സ്ഫിങ്ക്ടർ മസിൽസ്. അപ്പൊ നമുക്കിപ്പോ കിട്ടി മൂത്രം പോകുന്ന ഒരു ഫ്ലോ, ഒരു പാത്ത് നമുക്ക് കിട്ടി. കിഡ്നി, യുറിറ്റർ, യൂറിനറി ബ്ലാഡർ, യുറിത്ര. ആ ഓപ്ഷൻ എടിയുണ്ടാ? നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റി, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയല്ല, തെറ്റി. എങ്ങനെ? യൂറിനറി ബ്ലാഡർ ഇവിടെ വരണം. മൂന്നാമത്തെ ഓപ്ഷനോ? സിയോ, കിഡ്നി, യുറിറ്റർ, യൂറിനറി ബ്ലാഡർ, യുറിത്ര. ഇത് ശരി. ഓപ്ഷൻ സി ആണ് ശരി. ബാക്കിയുള്ളതെല്ലാം എന്താണ്? തെറ്റാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ഫുൾ ഫോം ഓഫ് ATP. കണ്ണും പൂട്ടി നമുക്ക് പറയാം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ടെട്ര അല്ല, ഡൈഫോസ്ഫേറ്റ് അല്ല. ഡൈഫോസ്ഫേറ്റ് ADP ആണ് അല്ലെ? നൺ ഓഫ് ദ എബോവ് അല്ല. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ഫുൾ ഫോം ഓഫ് ATP, adenosine triphosphate. Then moving to next question, 6th question. Choose the correct statement that describe artery. So we need to study all the properties of artery. Artery is a BV, blood vessel. We have got 3 types of blood vessel. First one is artery, second one is vein, and third one is capillary. Yeah, right? Artery ഉണ്ട്, then capillaries ഉണ്ട്, and finally vein ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർട്ടറിയുടെ ഫീച്ചറാണ്. ഓക്കെ, ആർട്ടറിയുടെ ഫീച്ചർ എന്താണ്? ആർട്ടറി ഹാവ് ഗോട്ട് തിക്ക് വാൾ. വളരെ തിക്കായ വാൾ കാണാം, കട്ടിയുള്ള ഭിത്തിയുണ്ട്, തിക്ക് വാൾ. നോ വാൽവ്. വാൽവ് ഇല്ല. വാളും വാൽവും തെറ്റിദ്ധരിക്കരുത്. വാൽവ് എന്ന് വെച്ചാൽ എന്താണ്? റെഗുലേറ്റ് ചെയ്യുന്ന സാധനം. വാതിലുകളാണ് വാൽവുകൾ. വാൽവുകൾ ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ആർട്ടറിനെ കുറിച്ചിട്ടാണ്. ഐ എം ഡിസ്കസിങ് അബൌട്ട് ആർട്ടറി. തിക്ക് വാൾ ഉണ്ട്, നോ വാൽവ്. ഓക്കെ, ഇനി ദീസ് ആർ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട്. ബ്ലഡിന്റെ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ എവേ ഫ്രം ദ ഹാർട്ട് ആണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ആർട്ടറി. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ആർട്ടറി. Artery is having a thick wall, having no valve, and blood is flowing away from the heart. Clear ano? Away from the heart. And what about the velocity of blood? Blood is moving with a high velocity and high pressure. High velocity and high pressure. These are the things regarding artery. Clear? Artery is having thick wall. Artery doesn't have a valve. Artery carry blood away from the heart, and artery the blood
flows with high speed, high velocity, and high pressure. So what about vein? Discussing about vein, it have got thin wall. Okay, regarding vein, it have got thin wall. Okay, thin wall. And about valve, it have valve. So it have a valve. Valve ഉണ്ട്. Third thing എന്താണ്? മൂന്നാമത്തത് ഇതിനകത്തൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ലോ സ്പീഡ് അല്ലെങ്കിൽ ലോ വെലോസിറ്റി ലോ പ്രഷർ ആണ്. ആൻഡ് ഓൾസോ വെയിൻ ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട് ആണ്. നമ്മൾ ആർട്ടറി പറഞ്ഞപ്പോൾ ബ്ലഡിനെ എവേ ഫ്രം ദ ഹാർട്ട് ആണ്, വെയിൻ ടു ദ ഹാർട്ട് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയിൻ അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർട്ടറി ആണ്. സോ ആർട്ടറിയുടെ പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് തിങ്, they have a option നോക്കാം, they have thick elastic wall. കറക്റ്റ് ആണ്. സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ blood flows under high pressure. That is also correct. തേർഡ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ, collect blood from different organ and bring it back to the heart. അത് തെറ്റാണ്. Actually artery is carrying blood away from the heart, not to the heart. അപ്പൊ ആ ഒരു പോയിന്റ് മിസ്റ്റേക്ക് വന്നത് കൊണ്ട് ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ് എന്ന് നമുക്ക് പറയാം. Then what about option B? They have thin wall. It is wrong. They do not have thin wall. They have got a thick wall with valve inside. That is again wrong. Blood flows under low pressure. Low. That is wrong. Carry blood away from the heart. That is correct. Carrying blood away from the heart to various organs of the body is correct. But the three things mentioned before that is wrong. So we could not consider option B as a correct answer. Then option C. Let me check the option C. Artery have got a thick elastic wall. That is correct. Blood flows under low pressure. That is wrong. In artery, blood flows with high pressure. Carry blood from heart to various organs of the body. Carries blood from the heart. That is correct. Carries blood away from various carries blood away from the heart to various parts. That's correct regarding the artery. But this thing is wrong. Low pressure is wrong. So we could not consider option C as correct. So then option D. They have thick elastic wall. That is correct. Without valve. That is correct. Blood flows under high pressure. That is correct. Blood carry blood away from the heart to various parts. That is also correct. So the correct answer for this question is option D. So option D is correct answer. So this is the thing regarding artery. Moving on to the next question. Filtration unit of kidney is referred to as, definitely it will be nephron. Okay, you have learned about nephron. So never confuse neuron with nephron. Probably people may confuse neuron and nephron. Actually, neuron is structural and functional unit of nervous system. It is structural and functional unit of nervous system, and nephron is structural and functional unit of kidney. Never confuse neuron and nephron. Urethra will not be answer, pelvis will not be answer. Even though pelvis is part of kidney, it is not an answer. Answer is nephron. So you have learned the structure of nephron. It comprises of Bowman's capsule, cup-like structure, Bowman's capsule, then proximal convoluted tubule PCT, then Henle's loop or loop of Henle, and another tubule that is DCT, distal convoluted tubule, and finally collecting duct. This is what is called a nephron. And you also can see a sort of a blood vessels that is running into the Bowman's capsule, that knot of blood vessel, that is called glomerulus. So glomerulus is formed from afferent arteriole, and coming out is efferent arteriole. Everything you have learned in your textbook. So the answer for this question, the structural and functional unit of kidney, filtration unit of kidney, that is nephron. Moving on to next question. Which part of alimentary canal receive bile from liver? Very important question. So we know that the portion which receive the bile from the liver produces the bile, right? Liver produces greenish yellow digestive juice called bile, which do not have enzyme. Okay, bile doesn't have an enzyme. Bile is a digestive juice
greenish yellow in color, and this bile juice is secreted by the liver and is stored in the gallbladder. You know, gallbladder. And from there, through common duct, pancreatic juice from pancreas and bile from this liver, these things come to duodenum. You know, duodenum, where we have the food. So duodenum is the area where the bile is received from the liver. So actually everybody will be knowing duodenum is the area where bile is received. But understand, duodenum is the part of small intestine. So here definitely we do not have an option duodenum among these four options. നമുക്ക് ഈ duodenum എന്ന ആൻസർ കാണുന്നില്ല. But it is sure that duodenum is part of small intestine. It is the initial part of small intestine. Definitely we can write option C as the correct answer. Next question like boyal, if salivary amylase is lacking in saliva, which of the event in mouth will be affected? So we know saliva contains certain enzyme, salivary amylase, as you know, as you learned, salivary amylase is an enzyme present in saliva. Also you may be aware of lysozyme. These two enzymes are present in saliva. So regarding lysozyme, we know it helps in destruction or killing germs in the food material. So that is function of lysozyme. It is actually the anunashaka swabhavamulla enzyme, രാസാഗ്നിയാണ്. Then what about salivary amylase? Salivary amylase actually ചെയ്യുന്ന കാര്യം നമ്മൾ കഴിച്ച ഫുഡിലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. Starch is converted, അത് partial ആണ്, partial conversion of starch to maltose ആണ്. So maltose is simple sugar. So ആ ഓപ്ഷൻ നോക്കുക. ഇവിടെ പ്രോട്ടീൻ ബ്രേക്കിംഗ് ഇൻ ടു അമിനോ ആസിഡ്സ് അല്ല, അതിന് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. Then starch breaking down into sugar, option B is the correct answer. Salivary amylase starch digesting enzyme ആണ്. സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്ത് സിമ്പിൾ ഷുഗർ ലൈക്ക് മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ആണ് salivary amylase. ഓപ്ഷൻ സി is തെറ്റാണ്. ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം അല്ല, അത് ലിപ്പേസ് ആണ്. നൺ ഓഫ് ദ അബോവ് അല്ല. ആൻസർ ഉണ്ട് ഓപ്ഷൻ ബി, സ്റ്റാർച്ച് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു ഷുഗർ ആണ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Finally, 10th question, a few drop of iodine solution were added to rice water. The solution turned blue black in color. This indicate rice water has presence of definitely starch presence. But starch ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയോഡിൻ യൂസ് ചെയ്യുക. അപ്പൊ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സൊല്യൂഷനിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ, സ്റ്റാർച്ച് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. അയോഡിൻ സ്റ്റാർച്ച് കോംപ്ലക്സ്, സ്റ്റാർച്ചിന് കുറെ ബൈൻഡിങ് സൈറ്റുകൾ ഉണ്ട്, അവിടെ അയോഡിൻ വരുമ്പോ ആക്ച്വലി ദി സൊല്യൂഷൻ ബ്ലൂ ബ്ലാക്ക് കളർ ആവും. അപ്പൊ ബ്ലൂ ബ്ലാക്ക് കളർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്റ്റാർച്ചിന്റെ പ്രസൻസ് ആണ്. സോ ഹിയർ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ഓരോരോ ഭാഗങ്ങളായി നമ്മൾ ലൈഫ് പ്രോസസ്സിന്റെ ചാപ്റ്റേഴ്സ്, ആദ്യം ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്ററിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ MCQ ഡിസ്കസ് ചെയ്യും. ഓരോരോ പാർട്ട് കമ്മിങ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒരു വീഡിയോ അയച്ചുകൊണ്ട് അവരെ സഹായിക്കുക, അതോടൊപ്പം തന്നെ ചാനലിനെയും സഹായിക്കുക. യെസ്, അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അക്ഷയ്. സ്റ്റേ സേഫ്, ബൈ. താങ്ക് യു.